ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നൊരു അടിപൊളി ചലഞ്ചുമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ നമ്മുടെ ചലഞ്ചിൽ ഒരുപാട് പരിഭവങ്ങളും പരാതികളും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കുറേ നാളിന് ശേഷം ഒരാൾ വീഴ്ത്തിയ ചലഞ്ച് കൂടിയായിരുന്നു കഴിഞ്ഞ നമ്മുടെ എന്തായിരുന്നു കഴിഞ്ഞ് ദോശയും ബീഫും നമ്മുടെ റാവുത്തർ വിനീഷ് പ്രേതയെ ആട്ടപ്പടെല്ലാം താഴെ അടിച്ചു, എടുത്ത് പൊക്കിയെടുത്ത് താഴെ അടിച്ചു. പക്ഷെ അതിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. കുറെ എന്താണ് നമുക്കതൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ കാണുന്നവർക്ക് പ്രശ്നമായിരുന്നു. അത് എന്താണ് ഈശ്വര പറഞ്ഞു അവസാനം മത്സരിച്ചിരുന്നെങ്കിൽ പുള്ളി ജയിച്ചിരുന്നേനെ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അഡ്വാൻറ്റേജ് അതായത് വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. അതല്ലേ സാധ്യത ജയിക്കുമെന്നല്ല, അതാ ഞാൻ പറഞ്ഞു വിജയിക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ കമന്റ് ബോക്സിൽ പറഞ്ഞു എടാ തങ്കച്ചേട്ടനൊക്കെ അറിയാം, തങ്കച്ചേട്ടന്റെ ടീം വന്നിട്ട് തോറ്റല്ലോ അത് മതി മിണ്ടല്ലേ നീ മിണ്ടിയൊക്കെ. പക്ഷെ പുള്ളിയുടെ തൊണ്ടയ്ക്ക് ഒരു മെഷീൻ ഇതുണ്ടോ വേണ്ടേ, ഇതേ കട്ട് ചെയ്ത് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പോയാൽ കട്ട് ചെയ്ത് കറങ്ങി ഇവിടെ തൊണ്ടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി പോയിരിക്കുന്നത്. അതിന്റെ ബെയറിങ് തൊണ്ടയുടെ ബെയറിങ് പോയി കിടക്കുവാണ്. അപ്പൊ നമ്മളിത് വരുത്തിയേക്ക് കട്ട് ചെയ്തതിന് നമ്മുടെ ലെയ്ത്തിൽ കൊണ്ട് സെറ്റ് ചെയ്യണം. ഇത് ഇത്തവണ അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു ഇദ്ദേഹത്തെ ഒന്നും ലാസ്റ്റ് മത്സരിപ്പിക്കാന്ന്. ഞങ്ങളെ പറ്റി പരാമർശം ഉണ്ടായിരുന്നു മത്സരിക്കത്തെ. എന്നെ പറ്റി എന്താ മത്സരിക്കാൻ ഞങ്ങൾക്ക്? നീ അല്ലടാ, നീ നില്ലേ സർട്ടിഫിക്കറ്റ് അതല്ലടാ, ചെറുതാണ് ഫസ്റ്റിലെ കയറി പിടിക്കും. നീ നല്ലപോലെ കഴിക്കും, കേടി ആദ്യം കഴിക്കും. അപ്പൊ ക്വാണ്ടിറ്റി മൂപ്പിക്കും. ഇപ്പൊ മൂപ്പിയും തോറ്റു കഴിയുമ്പോ കണ്ടോണം. ഭയങ്കര അടിപൊളിയാ എന്തിനാണോ മത്സരിക്കുന്നത്? കഴിഞ്ഞ ഇനി എന്തിനാ മത്സരിക്കുന്നത്? നാണമില്ലേ? അതല്ലടാ, ക്വാണ്ടിറ്റി കുറവാന്ന്. ഇത് ഇപ്പൊ വേറെ മത്സരം, ക്വാണ്ടിറ്റി കുറവാണ്, പെട്ടെന്ന് കഴിക്കാൻ പറ്റും. കോൺക്രീറ്റ് ഉണ്ടോ? കോൺക്രീറ്റ് ഒക്കെ ഉണ്ട്. മഴയൊക്കെ ആണ് നമ്മൾ സ്റ്റുഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ മത്സരം വെച്ചാൽ കഴിഞ്ഞ മത്സരത്തിന് ഒരു വിടവ് നികത്താൻ വേണ്ടി ഇത്തവണ നമ്മൾ വീണ്ടും അതേ സ്ട്രാറ്റജി എടുത്തിരിക്കുകയാണ്, അതേ മത്സര രീതി എടുത്തിരിക്കുകയാണ്. ഏറ്റവും ക്വാണ്ടിറ്റി കുറച്ച് വെക്കുക, സമയത്തിൽ എത്രയും പെട്ടെന്ന് ആരാണോ കഴിക്കുന്നത് അവരായിരിക്കും വിജയി. ഫസ്റ്റ് മത്സരിക്കുന്നത് നമ്മുടെ ആരാണോ മത്സരിക്കുന്നത്? കേടി. എടാ നീ കുറച്ച് ഈ വീഡിയോ വീട്ടിനോട് പറഞ്ഞു പെട്ടെന്ന് തുടങ്ങണം വിശക്കുന്ന. എനിക്ക് ഫസ്റ്റിലെ മത്സരം ഇഷ്ടമല്ല, ഇവർ കഴിക്കുന്ന കണ്ട് കൊതി കയറി കഴിക്കണം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് കേടി തന്നെയാണ്. രണ്ടാമത് മത്സരിക്കുന്നത് ബെന്നിക്കടൈക്കാട് രണ്ടാമത്തെ മത്സരം ബെന്നിക്കടൈക്കാട്. ബെന്നി കേട്ടോ രണ്ടാമത്. രണ്ടാമത് മത്സരിക്കുന്നത് ബെന്നിക്കടൈക്കാട്. മൂന്നാമത് മത്സരിക്കുന്നത് ഞങ്ങളൊക്കെ 4 മിനിറ്റ് തരാമോ? ഇവർക്ക് ലാഗ, ഈ കാണുന്നത് ലാഗ. ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും. ആ ഭാഗം ഞങ്ങൾ നോക്കുന്നുണ്ട്. സുബിൻ മത്സരിക്കുന്ന സ്കിപ്പാ. ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, കുറെ സ്കിപ്പ് ഉണ്ട് അവിടെ. ഞാൻ മത്സരിക്കുന്ന സ്കിപ്പാ. സ്കിപ്പിന് കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തിനാണ് ചെയ്യുന്നത്? അവസാനം മത്സരിക്കും. നമുക്ക് തുടങ്ങാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ചിക്കൻ തന്തൂരി. ആദ്യമായിട്ടാണ് ചിക്കൻ തന്തൂരി യൂസ് ചെയ്യുന്നത്, കഴിക്കുന്നത്. അപ്പോൾ കുറഞ്ഞവനെ നമ്മളിപ്പോൾ പുതിയ ഐറ്റം ഇറക്കുന്നത്. കുറച്ചേ ഉള്ളൂ, സ്പീഡ് കഴിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യത ഉള്ളത് ആർക്കാ? കേടിക്കാണ്. ഏറ്റവും ആദ്യം സ്പീഡിൽ കഴിക്കുന്ന ആളാ. അതെ. 1 2 3 2 കൊലപ്പീസ്. യഥാർത്ഥ കേടി 10 സെക്കൻഡ് ഒരു പീസ് തീർന്നു. 2 പീസ് മാത്രം. കേടി നീട്ടി ആയിരിക്കണേ. നല്ല വിശപ്പുണ്ട്. കൊള്ളാം. ക്വാണ്ടിറ്റി കുറവുള്ളതിൽ കേടി ജയിക്കും, അത് ഉറപ്പുള്ള കാര്യം, ഉറപ്പാ. റാവുത്തർ ചെട്ടിക്കണ്ടോ? സെറ്റ് വെള്ളം എടുക്കണം വേണ്ട ചിന്തിക്കൂ. ടിഷ്യൂ എടുത്തോ.
കഴിക്കടാ. Come on, come on. എത്ര 55 സെക്കൻഡ് 30 സെക്കൻഡിൽ നിന്ന് നിർത്താം. പുള്ളി അതിനിടെ കോമഡി കാണിക്കാൻ പോയി. കോമഡി കാണിക്കാൻ എനിക്ക് നല്ല മസിലുള്ള കോഴിയുടെ ചെസ്റ്റാ. തുടക്കം 10 സെക്കൻഡിൽ തുടക്കം പുള്ളിയുടെ പെർഫോമൻസ് ഉള്ളു. ബാക്കിയുള്ളതൊന്നും പുള്ളിയുടെ പെർഫോമൻസ് ആയിരുന്നതിലും നല്ലതെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പൊ നിർത്തും. ഇപ്പൊ സമയമായി. പാസ് അടിക്കാൻ സുബിന്റെ കൈ നോക്കുവാന്ന്. എന്താ കഴിക്കടാ. പോവാ കുന്നംകുള ഷാജി ടോപ്പല്ല പുള്ളി DNF. ഡിസ്ക്വാളിഫൈ. പറഞ്ഞോട്ടെ ഞാനല്ലടോ ജഡ്ജി പുള്ളിയാ. ഒരു കാര്യം വെറുതെ കൊടുത്തിട്ടാ ഞാൻ ജയിക്കും. വെറുതെ ആയിപ്പോലും 10 മിനിറ്റ് ഉൾക്കൂട്ടിയൊക്കെ വിളി 10 മിനിറ്റ് ഗായ്സ്. അപ്പോൾ അടുത്തായിട്ട് മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ നന്തോളിയാണ്. ഇവർക്ക് ശക്തരായ എതിരാളി എന്ന് പറയുന്ന പുള്ളിയാണ്. ഇച്ചിരിയിലും നമ്മുടെ ചോറൂണ് മത്സരത്തിൽ അന്തോളൻ ഭയങ്കര ഇത് കാഴ്ച. അതെ. പക്ഷെ കേടി സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു സുഖം മത്സരിച്ചാൽ മതിയായിരുന്നു. അല്ല 3 മിനിറ്റ് നീന്തി. അല്ല സാധാരണ പണ്ട് ക്വാണ്ടിറ്റി ഇല്ലാത്ത പുള്ളിക്ക് ജയിക്കുന്നതായിരുന്നു. ഞാൻ പക്ഷേ അത് ജയിക്കുന്നു. എന്ത് പുള്ളി എന്ത് പോയോ ബാത്റൂമിൽ കയറി വരുന്നു. വാ റോക്കി ഭായ് വരൂ. 1 2 3 ഗോ. ഇതാ ബെന്നി തുരുത്തേൽ മത്സരിക്കുകയാണ്. ബെന്നി തുരുത്തേൽ വലിയ പീസ് ആദ്യം എടുത്തേ. ഇതാ സ്ട്രാറ്റജി ഭയങ്കര നല്ല കട്ടിയുള്ള പീസ ആദ്യമേ പറഞ്ഞതാ. പിടുത്തം കൊണ്ടായിരുന്നു ഇങ്ങനെ. നീ ഇതിലും വലിയ പിടുത്തം എടുത്ത. അതെ. പക്ഷെ ലെഗെല്ലാം എടുത്തൊക്കെ ചെസ്റ്റ് എടുത്തേക്കുന്ന പുള്ളി. അതാണ് ഇതിലെ വേറെ കാര്യം. സ്ട്രാറ്റജിയാണ്. ഇത് ബ്ലോക്ക് കോഴി, സാധാ കോഴി. ഇതാ ഇറച്ചി കോഴിയായിരുന്നു എനിക്ക്. നാടൻ കോഴിയാ. മയനൈസ് ആണ് വേറെ ഗ്രേവി. 35 സെക്കൻഡ് കഴിഞ്ഞോ. എടോ ടേസ്റ്റ് ഉണ്ടോ ഇവരോട് ചോദിക്കണോ? കഴിച്ചിട്ടില്ല. അതല്ലേ പറയൂ ഇവനല്ലേ കഴിച്ചത്. അതോടെ കഴിക്കാൻ ചുമ്മാ 46 സെക്കൻഡ്. കേടിയുടെ 10 മിനിറ്റ് മറികടക്കുമോ? അല്ല 10 മിനിറ്റ് മറികടക്കുമോ? ഈ പീസ് 3 മിനിറ്റ് മറ്റേ 10 സെക്കൻഡ്. ഇതിൽ പാടല്ലോ പീസാട്ടോ ആണല്ലേ. 1 മിനിറ്റ് കവർ ചെയ്തിരിക്കാണ്. 1 മിനിറ്റ് ഉണ്ടല്ലോ ഈ ചിക്കൻ. 1 മിനിറ്റ് തീർത്തിരിക്കാണ്. ബ്രോ ചിക്കൻ ഇപ്പുറത്ത് ബൈക്ക് ഒടിച്ചെടുക്കണ്ട. ഇതാ ബെന്നി ഇതാ. അത് ഹെവി ആയിരുന്നു. അവിടെ തന്നെ പിടിച്ചത്. ഹെവി ആണെങ്കിലും അത് എന്താണ് കട്ടിയുള്ള പീസാണ്. അതെ കട്ടിയുള്ള പീസാണത്. 1.25 മിനിറ്റ് പുള്ളി തീർക്കും. 1.25 മിനിറ്റ്. 1.5 മിനിറ്റ്. ഇല്ല 1.5 മിനിറ്റ് ആയിട്ടില്ല. എത്ര മിനിറ്റ് കഴിക്കാൻ? 3.5 മിനിറ്റ്. എത്ര 1 മിനിറ്റ് ഡിസ്ക്വാളിഫൈ ആയതാ. 3.5 മിനിറ്റ് നീ പിന്മാറല്ല. എത്ര 1.42 2 നിർത്താവോ? ഞാൻ ചോദിച്ചു 3 മിനിറ്റ്. പോസ് ചെയ്യണേ പറയാ. പോസ് ചെയ്യണേ പറയുമ്പോ പോസ് ചെയ്യണേ. 55. ആ ബോസ് 1.55. 10 മിനിറ്റ് ഡിസ്ക്വാളിഫൈ. ഗൈസ് അപ്പോൾ അടുത്ത മത്സരിക്കുന്ന നമ്മുടെ റാവുത്തറും ബ്രോയും തമ്മിലുള്ള ഇഞ്ചോടെ ഇടിയല്ല. ഇവിടെ ഇടിയല്ല, ഇത് കഴിപ്പ് മത്സരം. പെട്ടെന്ന് ഞാൻ വെച്ചിട്ട് വയലിന്റെ. അപ്പോൾ ഈ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേക മത്സരമാണ്. നമ്മുടെ പുള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മത്സരമാണ്. എവർ റോളിംഗ് ട്രോഫിയാണ് വിജയിക്കുന്നത്. ബെന്നി കടേക്കാട് എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് മത്സരിക്കുന്നത് റാവുത്തർ ആണ്. റാവുത്തർ എനിക്കൊന്ന് 1 മിനിറ്റ് തീർക്കും. അറിയൂലേ ഇത് കട്ടിയാണ്. ഇത് നന്ദുതര 1.55 അല്ലേ? 1.45 അല്ല 55 50 കയറി. 55 4 6 55 5 4 6.
ഓക്കെ, അത് കഴിഞ്ഞ് റാവുത്തർ 1:55 മുന്നിലുള്ളത്. നോക്കാം. ഇത്തവണ പുള്ളിയാണ് പുറകിൽ, അപ്പൊ ഒന്നും ശ്രദ്ധിച്ചോണം. അപ്പൊ തുടങ്ങാം. Ready? 1, 2, 3, start. വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കണം, എല്ല് നോക്കണം. സൈലൻസ് ആണ് അവിടെ നടക്കുന്നത്. സൈലൻസ് ആണ്. ജസ്റ്റ് ആണ്. ഒന്ന് ഡബ് ചെയ്ത് 30 സെക്കൻഡ്. കമോൺ. ഇവിടെ കുറച്ചുണ്ട് കേട്ടോ, കുറച്ചുണ്ട് നോക്കണം, കുറച്ചുണ്ട്. ഒരു 40-55 സെക്കൻഡ് തീ. ഇല്ല അത് കുറച്ചുണ്ട് കേട്ടോ, പീസ് ഉണ്ട് കേട്ടോ. പിന്നെ പുള്ളി അവൻ കഴിക്കട്ടെ. വെള്ളം വേണേ ഇറക്കി വെക്കണം. ഒന്നാറ് ശകലം അവിടെ നമുക്കത് രണ്ടുപേർക്കും രണ്ടുപേർക്കും തുല്യമായിട്ട് കൊടുക്കാം. ആ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. കേട്ടോ ഇതുപോലെ നിങ്ങൾക്കും കാണാം കേട്ടോ, പ്രശ്നമില്ല. ഇയാള് പറ്റുമോ ഇയാൾക്ക്? എനിക്കറിയത്തില്ല. ഒന്നാറ് കൈ 1-10 ആയിരുന്നില്ലേ? ഒന്നൊന്നേ അത് ദോശ അല്ലല്ല 1-13 ആയിരുന്നു. 10 എന്നെ എത്ര മോന് 10. ഗൈസ്, അപ്പൊ അടുത്ത നമ്മുടെ 16.75 സെക്കൻഡുകൾ മറികടക്കാൻ അതിന് മുന്നേ തീർക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു ചങ്ങനാശ്ശേരി ആണ്ടവൻ വിനീഷ് ബ്രോ. കാവാലം ചുണ്ടനാണ് മത്സരിക്കാൻ പോകുന്നത്. എത്ര സെക്കൻഡ്, എത്ര മിനിറ്റ്? 16 തീർക്കണം. 1:05 തീർക്കണം. യാ ചുണ്ടാ നോക്ക്. Ready? Start your Vinesh bro. ടെൻഷനാണ് എനിക്ക്. ഇത് പതുക്കെ കഴിക്കണം, സൂക്ഷിച്ച്. എല്ലൊക്കെ ഉണ്ട്, തുറന്നു നോക്ക്. പതുക്കെ സമ്മാനത്തോടെ കുറച്ച് പീസ് കണ്ടാലും കുഴപ്പമില്ല. അടിയില് 1, 2, 3, start. മാറി തപ്പി. 13 സെക്കൻഡ് തീർക്കണം. 17 സെക്കൻഡ്. ഇല്ല, അത് പറയാൻ പറ്റത്തില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇഞ്ചോടിച്ച് മത്സരം. ടെൻഷൻ നടക്കുന്നത്. ചോറുണ്ടെന്ന രീതിയിലാണ്. ഇറങ്ങണം. പതുക്കെ. ടെൻഷൻ പതുക്കെ മതി. ഹനുമാനെ പോലെ ടെൻഷനാണ്. പതുക്കെ മതി. ചവച്ചെടുത്താ മതി. പതുക്കെ മതി. സമയമുണ്ട്. 50 സെക്കൻഡ്. കണ്ടാരം പിടിക്കാനായിട്ട് കണ്ണിനാണ് പോണെന്ന് തീർച്ചയായിട്ടും. 56, 57, 59. 1 മിനിറ്റായി. 1 മിനിറ്റ്. 4. 6, 7. കിംബോയി അയ്യോ, മെല്ലെ മതി. സമയം ഇഷ്ടംപോലെ. 1:18. 5 വീണ്ടും ബെന്നി കടേക്കാർ എവറോളിൻ ട്രോഫി വിജയിച്ചിരിക്കുന്നത് ഇതാ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന മെഷീനി റാവുത്തർ സ്വന്തം കൂജ്. എന്തോ ഇനി പറയുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് തണുപ്പൊക്കെ അല്ലേ, എടുക്കാനൊക്കെ അങ്ങോട്ട്. ഹലോ ആ റഷ്യൻ നമ്മുടെ ആശുപത്രിയിലൊക്കെ വൈകി നടക്കുമ്പോ ഇതൊരു സാധനം കൊടുത്തില്ല പിടിയുള്ള. അതല്ല സോറി ഞാൻ ഓർത്തതായിരിക്കും. അതാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് കുപ്പിയിലിങ്ങനെ അത് ഇരിക്കും. അയ്യോ, അപ്പൊ 12 സെക്കൻഡിന് അപ്പുറമാണ് വിനീഷ് ബ്രോ. 12 സെക്കൻഡിന് വിനീഷ് ബ്രോ ഒന്ന് പതറി ഇടയ്ക്ക്. എന്താ അറിയോ, നിങ്ങൾ വിറച്ചത്
ടെൻഷൻ അതാ പറഞ്ഞ ടെൻഷൻ ആക്കരുത് അതെ എനിക്ക് വെള്ളം വായിന്ന് പോയി ആ നിതിന് ഓരോ സെക്കൻഡ് പറഞ്ഞോണ്ടിരിക്കും 40 അങ്ങനെ പറഞ്ഞ ടെൻഷൻ കൂടത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞ ടെൻഷൻ ആദ്യത്തെ പീസ് ഞാൻ ഫാസ്റ്റ് എടുത്തു. ഞാനും തീർത്ത് നിങ്ങളെക്കാനും മുമ്പേ അപ്പോൾ ഞാൻ ഒന്നും വായന ഞാൻ തീർത്തറോ ബെന്നി ലെഗ് പിസ അത് മാത്രമല്ല രണ്ടാമത്തെ പീസ് എടുത്തിരുന്നോ നേരം പെടും. അപ്പോൾ നമ്മുടെ ഈ എന്താ വാഗ്വാദങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. റാവുത്തർ വിജയിയായിരിക്കുകയാണ്. ക്വാണ്ടിറ്റി കുറച്ചുള്ളതിൽ റാവുത്തറിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ക്വാണ്ടിറ്റി കൂടിയതിനും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇനി സമയം എടുക്കില്ലടാ. ഒരു നമുക്ക് കുറച്ച് വെച്ചിട്ട് മത്സരിക്കും പാണോ നമുക്കത്. അപ്പോൾ നമ്മുടെ ബെന്നി കടൈക്കാടിന്റെ എവറോൾ ട്രോഫി വിജയിച്ച റാവുത്തർക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ വലിയ കാര്യം വെച്ചാൽ ബെന്നി എവറോൾ ട്രോഫിയുടെ മറ്റു പ്രത്യേകത വെച്ചാൽ ബെന്നി എവറോൾ ട്രോഫിയുടെ മെയിനായിട്ട് ഞാൻ ലോട്ട ടീമിന്റെ സെക്രട്ടറി കൂടിയായ ബെന്നി കടൈക്കാട് നമ്മുടെ കേടിക്ക് ലോട്ട ടീമിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ ഒരു ചെറിയ ഒപ്പിണി കിട്ടട്ടെ സാറേ. ലോട്ട ടീമിൽ അംഗമായിരിക്കുകയാണ് അദ്ദേഹം. ഒപ്പിട്ടും കിട്ടും. ശക്തമായിരിക്കണം നമ്മളോട് ശക്തമായിരിക്കണം. യു മറന്നുപോയി. ഞങ്ങളുടെ സംഘടന ശക്തമായിരിക്കുകയാണ്. പുതിയൊരു മെമ്പർ കിട്ടിയിരിക്കുകയാണ്. സ്വാഗതം. നെയിം സ്കൂള് കോളേജ് ടീമിലെടുത്ത് നമുക്കൊന്ന് മത്സരിക്കണം. അതാ അങ്ങനത്തെ സംഘടനക്ക് നമ്മളെ മത്സരിക്കുന്നത്. മെമ്പർഷിപ്പിന്റെ നിങ്ങൾക്കൊന്നും തോക്കണം. ഒരു വർഷം നിങ്ങൾ തോക്കണം. നിങ്ങളുടെ ആ ഒരു മത്സര രീതിയും തോക്കുന്ന ടൈം എത്ര എടുത്തു അതൊക്കെ നോക്കി നമ്മൾ എടുക്കത്തുള്ളൂ അല്ലേ. ആ ട്രോഫി കൊണ്ടുപോകാൻ പോലെ അല്ല റാവുത്തറോട് സ്ഥിരമായിട്ട് പോയി കഴിഞ്ഞാൽ ഇളകി വരും കേട്ടോ. നമ്മളോട് വരും. എനിക്കൊരു പൊന്നാടൊക്കെ കാണിക്കണം. അടുത്ത ടീമിൽ ഒരു മത്സരം വെറൈറ്റി എന്തെങ്കിലും ഒരു മത്സരം ണ്ടോ നമ്മളിത് കൊടുക്കണം. ഇതെങ്ങനെ സംഭവം ഇതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചേ. അത് ഊരി വെച്ചിരിക്കും വലിയ തൊണ്ടക്കകത്ത്, അതായത് ഈ തൊണ്ടക്കകത്ത് നിന്ന് ഇങ്ങനെ കറങ്ങും ഇതിങ്ങനെ സാധനം താട്ടും. അല്ല ദൂരി വെച്ചിരിക്കും. അതുപോലെ ഇത് ഇവിടെ ഒരെണ്ണം ഉണ്ട്, പിന്നെ താഴെ ഉണ്ട്. താഴോട്ട് ഇങ്ങനെയും കറങ്ങും. അപ്പൊ ഇവിടെ ബാക്കി പുറത്തിന്റെ ഇങ്ങനെ ഇത് വലത്തോട്ട് ഇത് ഇടത്തോട്ട്. ഇയാളിതാ അത് മറ്റേത് എന്ത് പറഞ്ഞു തീർത്തേക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇടിക്കാനെങ്ങാണോ ആ തീർത്തല്ല വീട് തീർത്തേക്ക്. തല്ലിയൊക്കെ കൂട്ടി വീട് തീർക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്